ചേട്ടാ, തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ 2 ദിവസമുള്ളൂ. ഇനി അടുത്ത 5 വർഷം നമ്മളെ ആര് ഭരിക്കും, നമ്മൾക്ക് ആരാണ് മുഖ്യമന്ത്രി എന്നതടക്കമുള്ള കാര്യം അറിയാൻ വേണ്ടി 3 മുന്നണികളും വലിയ കോൺഫിഡൻസിലാണ്. മൂന്നാം പിണറായി സർക്കാർ എന്നുള്ള കോൺഫിഡൻസിൽ LDFും ഇത്രയും കാലം നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിച്ച് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു അരാജകത്വം, ഒരുപാട് വിമർശനങ്ങളും അഴിമതികളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി ഇങ്ങനെ ഭരിക്കാമെന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് UDF ഉണ്ട്. ഇതൊന്നുമല്ല, കേരളത്തിൽ താമര വിരിക്കും എന്ന് പറഞ്ഞാൽ BJPയും വലിയ കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി ആ ഒരു ഫലം വരാൻ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഒരു വിശകലനം, അല്ലെങ്കിൽ നോക്കുമ്പോൾ ആര് വരാനാണ് സാധ്യത? അല്ല, ആര് വരാനാണ് സാധ്യത എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത്. എക്സിറ്റ് പോൾ നമുക്കറിയാം, ഈ വോട്ട് ചെയ്ത് തിരിച്ചിറങ്ങി വരുന്ന ആളുകളോട് ചോദ്യങ്ങൾ ചോദിച്ച് കൊണ്ട് രൂപപ്പെടുത്തുന്ന ഒരു സർവേയാണ്. ആ സർവേ അന്തിമ ഫലത്തോട് അടുത്ത് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് എല്ലാവരും, രാഷ്ട്രീയ പാർട്ടികളടക്കം, ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളെ ഉറ്റുനോക്കുന്നത്. അത് എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും അതിൽ വലിയ കാര്യമൊന്നുമില്ല. അഭിപ്രായ സർവേകൾ, ആദ്യഘട്ടങ്ങളിൽ വരുന്ന അഭിപ്രായ സർവേകൾ കണക്കിലെടുത്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തിരുത്താറുണ്ട്. അപ്പം ആ തിരുത്തലുകൾക്ക് ശേഷം അതിനങ്ങനെയൊരു സാധ്യതയെങ്കിലുമുണ്ട്. പക്ഷേ എക്സിറ്റ് പോളുകൾ എന്ന് പറഞ്ഞാൽ ഫലം വരുന്നതിന് മുമ്പ് ഒരു സമാധാനം എന്നുള്ള നിലയിലാണ്. പക്ഷേ ആ എക്സിറ്റ് പോളുകൾക്ക് വലിയൊരു മാർക്കറ്റുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും എല്ലാം ആ എക്സിറ്റ് പോളിനെ ഉറ്റുനോക്കുന്നവരാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും എക്സിറ്റ് പോളുകൾ കൊണ്ടുള്ള പ്രയോജനക്കാർ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളാണ്. അവർക്ക് പണം വാരാനുള്ള ഒരു ഇവൻ്റ് മാത്രമാണ്, അല്ലാതെ മറ്റാർക്കും അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. പക്ഷേ ഈ ആളുകൾ അതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എക്സിറ്റ് പോളുകൾ ഇപ്പോൾ ഹിറ്റായി മാറും. അതാണിപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷം മന്ത്രിസഭ ഇനി തുടർഭരണം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. UDF അധികാരത്തിൽ വരും. അങ്ങനെയാണെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി, ആരൊക്കെയാണ് മന്ത്രിമാർ, ഉപമുഖ്യമന്ത്രി പദം ഉണ്ടാകുമോ, മുസ്ലിം ലീഗിന് എത്ര മന്ത്രിമാർ, ആർക്കാണ് ധനകാര്യം, വിദ്യാഭ്യാസം അതൊക്കെ ലഭിക്കുക, ഈ ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന വാർത്തയാണ്, മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ മെയ് 5 നടക്കും, അതിൻ്റെ പന്തലിടാൻ വേണ്ടിയിട്ട് ഓർഡർ നൽകിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ വാർത്ത. അപ്പോൾ അതൊന്നും പന്തലിടുക എന്ന രീതിയൊന്നും അതൊന്നും ഗവൺമെൻറ് അല്ല, ഗവൺമെൻറ്റാണ്, പക്ഷേ രാഷ്ട്രീയ നേതൃത്വമല്ല തീരുമാനിക്കുന്നത്. അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട്. അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നയാളാണ് ജയിച്ചത് എന്ന് ആദ്യം പറയണം. അതിനുശേഷം ആ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കണം. അതിനുശേഷം ഗവർണർ ഇദ്ദേഹത്തെ മന്ത്രിസഭ രൂപീകരിക്കാനായി വിളിക്കണം. അതിനുശേഷമേ പന്തലിൻ്റെ കാര്യം വരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ചർച്ച ആ രീതിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പിണറായി വിജയനും അവസാന മന്ത്രിസഭയിൽ വിജയാശംസകൾ നേർന്ന് ഉദ്യോഗസ്ഥരോട് നന്ദി പറഞ്ഞ് പിണറായി വിജയൻ കണ്ണൂരിലേക്ക് മടങ്ങി. അതൊക്കെ സർക്കാർ തുടരില്ല, LDF വരില്ല എന്നതിൻ്റെ സൂചനയായിട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ LDF വരില്ലായിരിക്കാം. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ LDF വരുന്ന ഒരവസ്ഥയിലാണെങ്കിലും നടക്കുന്നതാണ്. കാരണം 5 വർഷം കൂടുമ്പോൾ അവരുടെ ടെനുവർ അവസാനിക്കുകയാണ്. അവസാന മന്ത്രിസഭയിൽ യാത്ര പറയുക എന്നുള്ളത് എല്ലാ വർഷവും നടക്കുന്നതാണ്. കഴിഞ്ഞ 2016 തിരഞ്ഞെടുപ്പിലും 2021 തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങിയിരുന്നു. അദ്ദേഹം കണ്ണൂരിലിരുന്നു കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് ഫലം നിരീക്ഷിച്ചതല്ല. അപ്പോൾ അതൊന്നും അതിൻ്റെ ഒരു സൂചനയല്ല. പക്ഷേ അങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു, വാർത്തകൾ വരുന്നു, അതെല്ലാം നമ്മളെല്ലാം ആസ്വദിക്കുകയും ചെയ്യുന്നു. അതുമാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഫലം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഒരു പരിധിവരെ വിശ്വസിക്കുന്നുണ്ട്. അതൊരു ട്രെൻഡാണ്, ഒരു പക്ഷേ അങ്ങനെ നടന്നേക്കാം എന്നുള്ള. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയാൽ തന്നെ അത് വലിയ ഭൂരിപക്ഷത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ 99 സീറ്റ് കിട്ടുന്നതും 71 സീറ്റ് കിട്ടുന്നതും തമ്മിൽ വ്യത്യാസമില്ല. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടാണ് വലിയ ഭൂരിപക്ഷം വേണമെന്ന് പറയുന്നത്? അത് ഈ മുന്നണി രാഷ്ട്രീയമായതുകൊണ്ടാണ്. ഇപ്പോൾ 1-2 സീറ്റുകളുടെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു ഘടകകക്ഷി പിണങ്ങിപ്പോയി കഴിഞ്ഞാൽ മന്ത്രിസഭ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 99-100 സീറ്റുകളൊക്കെ കിട്ടുമ്പോൾ അതൊരു ഉറച്ച മാൻഡേറ്റായി കരുതപ്പെടുന്നു. പക്ഷേ 71 കേരളത്തിൽ സേഫാണ്. അപ്പോൾ എങ്കിലും
ഈ വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു ക്ലോസ് ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്. ബി ജെ പിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകും. അതാണിപ്പോൾ ഇന്നിപ്പോൾ ചർച്ചയാണ്. ബി ജെ പിക്ക് 14 സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്ന് ഏറ്റവും ഒടുവിലായ ഒരു സർവേ ഫലം പറയുന്നു. ഒരു സർവേ ഫലം അത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ പോലും അത് വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. കേരളത്തിൽ ബി ജെ പിക്ക് 1 സീറ്റ് ഓക്കെ അല്ലെങ്കിൽ 2 സീറ്റ് ഓക്കെ എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്. അതിൽ കൂടുതലൊരു നമ്പർ കേട്ട് കഴിഞ്ഞാൽ അവരത് വലിയ അതിശയോക്തി കലർത്തുന്നു, അതിനകത്തൊരു വലിയ വാർത്തയാക്കുന്നു. അത്തരം ചർച്ചകളാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ UDF ആണ് വരുന്നതെങ്കിൽ നമുക്ക് അറിയില്ല, കാത്തിരിക്കണം. പക്ഷെ UDF ആണ് വരുന്നതെങ്കിൽ ആ ഒരു മന്ത്രിസഭയുടെ അവസ്ഥ എന്തായിരിക്കും? ആരൊക്കെ ആയിരിക്കും, ഏതൊക്കെ മന്ത്രികളായിരിക്കും ആകാൻ പോകുന്നത്, സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത്? അല്ല, മന്ത്രിമാരുടെ സാധ്യത പട്ടിക ഇപ്പോൾ മുഖ്യമന്ത്രി ആര് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നു. മുഖ്യമന്ത്രി ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ വരുന്നതനുസരിച്ച് KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം ആദ്യം തന്നെ KC വേണുഗോപാൽ പറഞ്ഞിരുന്നു, ഈ സീറ്റിന് വേണ്ടി അടിപിടി കൂടരുത്, തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ടിക്കറ്റ് കിട്ടില്ല, ഈ സീറ്റ് മത്സരിക്കാതെ മാറി നിൽക്കുന്നവർക്കായിരിക്കും ആദ്യ പരിഗണന കിട്ടുക എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ ഹൈക്കമാൻഡിൻ്റെ ഒരു പ്രതിനിധിയാകും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള സൂചന, അതിൻ്റെ സൂചനയാണ് MP-മാർ മത്സരിക്കേണ്ട എന്നുള്ള ഒരു, ഇപ്പോൾ വിജയം മാത്രം തീരുമാനിക്കില്ല. കണ്ണൂരെ പോലെയുള്ള സ്ഥലത്ത് K. സുധാകരനെ പോലെയുള്ള ഒരാൾ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് UDF-ന് കരുത്തേകുന്നതാണ്. പക്ഷേ MP-മാർ ആരും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിന് പിന്നിൽ KC വേണുഗോപാലിനെ വഴിയൊരുക്കുക എന്നുള്ളതിൻ്റെ ഒരു സൂചനയുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം AICC-യുടെ പ്രതിനിധിയായ താരിഖ് അൻവർ, അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ്, അദ്ദേഹത്തോട് കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് ആരായിരിക്കും അങ്ങനെയല്ല ചോദിച്ചത്, ഈ KC വേണുഗോപാലിൻ്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, അദ്ദേഹം ആണെങ്കിൽ മത്സരിച്ചിട്ടുമില്ല, അങ്ങനെ മത്സരിക്കാതെ ഒരാളുടെ പേരിങ്ങനെ ചർച്ച ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ താരിഖ് അൻവർ പറഞ്ഞു എന്തുകൊണ്ട് ശരിയല്ല, KC വേണുഗോപാലിന് താല്പര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പദം അദ്ദേഹത്തിന് കിട്ടുമെന്ന് പറഞ്ഞു. KC വേണുഗോപാലിന് MLA-മാരുടെ പിന്തുണയാണ് വേണ്ടത് സത്യത്തിൽ. അത് പറയാതെ KC വേണുഗോപാലിന് താല്പര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞാൽ അവിടെ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. കാരണം 2016 തിരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനെ കാണിച്ചിട്ടാണ് LDF തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമെന്ന ഒരു ട്രെൻഡിലാണ് ആ തിരഞ്ഞെടുപ്പ് പോയത്. ജയിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയായത് പിണറായി വിജയനാണ് ആയിരുന്നു. VS അച്യുതാനന്ദൻ ഫിഡൽ കാസ്ട്രോ ആവുകയാണ് ചെയ്തത്. നമുക്കന്ന് ഓർമ്മയുണ്ടല്ലോ, ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കുന്ന VS നമ്മുടെ ഫിഡൽ കാസ്ട്രോ ആണ് എന്നാണ്. ഒരു പക്ഷേ VD സതീശൻ ആണ് കഴിഞ്ഞ 5 വർഷം ഈ മുന്നണിയെ നയിച്ചത്. സർക്കാർ പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ നല്ലൊരു പങ്ക് VD സതീശനുണ്ട്. പക്ഷേ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നില്ല. VD സതീശൻ എനിക്ക് തോന്നുന്നത് ഈ ഘട്ടത്തിൽ ഫിഡൽ കാസ്ട്രോ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ VS അച്യുതാനന്ദൻ ഫിഡൽ കാസ്ട്രോ ആയതുപോലെ ഒതുക്കിയിരുത്തപ്പെടില്ലായിരിക്കാം. അദ്ദേഹത്തിന് ധനകാര്യമോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനമോ ഒക്കെ മുഖ്യമന്ത്രി പദം കൊടുത്തില്ല എങ്കിൽ കൊടുക്കുമായിരിക്കാം, സാധ്യതയുണ്ട്. ഈ പറയുന്നത് പോലെ പാർട്ടി നേതൃത്വം ഇങ്ങനെയുള്ള സൂചനകൾ നൽകുമ്പോഴും അണികൾക്കിടയിൽ VD സതീശൻ മുഖ്യമന്ത്രി എന്നുള്ള ഒരു ആവേശമൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇന്ന് രാവിലെ തന്നെ ചില ഫ്ലെക്സുകളൊക്കെ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ വരെയാണ് പടനയിക്കാൻ എന്ന തരത്തിലൊക്കെ ഫ്ലെക്സുകൾ പല കവലകളിലും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതൊന്നും സ്വാഭാവികമാണെന്ന് തോന്നുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അങ്ങനെയൊരു അനുയായി വൃന്ദമുണ്ട് എന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പണ്ടൊക്കെ ഗ്രൂപ്പ് പ്രവർത്തനം ശക്തമായിരുന്നു. കരുണാകരന് പിന്നിൽ അടിയുറച്ച് നിൽക്കുന്ന നേതാക്കന്മാരും അണികളും പ്രാദേശിക നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് ആന്റണി പക്ഷത്ത് നിന്നവരുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി പക്ഷത്ത് നിന്നുള്ളവരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഏറെക്കുറെ ശിഥിലമായി. എന്നാലും ഉണ്ടാവും. പിന്നെ ഇവർ അണികളെ സൃഷ്ടിക്കുകയാണല്ലോ. സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തി, PR വർക്കുകൾ നടത്തി, താൻ വലിയ നേതാവാണ്, അങ്ങനെ ആ ഒരു രീതിയിൽ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MLA-മാരുടെ പിന്തുണ ആർജിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തർക്കമുണ്ടായാൽ അതാണ് ആദ്യമായി ചെയ്യേണ്ടത്. നമുക്കറിയാമല്ലോ, കർണാടക തിരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കർണാടക തിരഞ്ഞെടുപ്പ് 2013 നടന്നു. ആരാ ആ ക്യാമ്പയിൻ ലീഡ് ചെയ്തത്? DK ശിവകുമാറാണ്. DK ശിവകുമാറിൻ്റെ തന്ത്രങ്ങൾ, DK ശിവകുമാർ KPCC പ്രസിഡൻ്റായിരിക്കുന്നു, DK ശിവകുമാറിൻ്റെ ഒരു ക്യാമ്പയിനിങ്, ഇതെല്ലാം അന്നുണ്ടായിരുന്ന BJP സർക്കാരിനെ വലിച്ച് താഴെയിടുകയായിരുന്നു. കോൺഗ്രസ്സിന് വളരെ തിളക്കമാർന്ന വിജയം കിട്ടുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിൻ്റെ സ്റ്റാർ ആയിരുന്നത് DK ശിവകുമാറായിരുന്നു. നേതൃത്വത്തിൻ്റെ ഹൈക്കമാൻഡിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിക്കൊക്കെ DK ശിവകുമാർ മുഖ്യമന്ത്രി ആകണമെന്നായിരുന്നു താല്പര്യം.
പക്ഷേ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായില്ല. അവിടെ പെട്ടെന്നൊരു ക്ലെയിം വരുന്നു സിദ്ധരാമയ്യയുടേത്. ഞാൻ മുൻ മുഖ്യമന്ത്രിയാണ്, സീനിയർ നേതാവാണ്, എനിക്ക് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകണം, എൻ്റെ പിന്നിൽ ഇത്ര MLA മാരുണ്ട് എന്ന് അദ്ദേഹം കണക്ക് വെച്ചു. കാരണം ഇത്ര ക്യാമ്പയിനിങ്ങുകൾ അവിടെ നടക്കുമ്പോഴും സിദ്ധരാമയ്യ MLA മാരുടെ പിന്തുണ ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു. അത് അദ്ദേഹത്തിന് അധികാരത്തിലേക്ക് എത്തിച്ചു. 2.5 വർഷത്തിന് ശേഷം അധികാരം ഒഴിയണം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹം അധികാരം ഒഴിയാൻ തയ്യാറല്ല. ഡി കെ ശിവകുമാറിന് മുഖ്യമന്ത്രി കസേര ഇപ്പോഴും കിട്ടാക്കനിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം, ആ ഒരു സംസ്കാരം കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുണ്ട്. ഒരു നേതാവ് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റേ നേതാവ് എന്ത് ചെയ്യുന്നു, എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പാക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇപ്പോൾ ഈ 3 പേരും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വി ഡി സതീശൻ ഘടകകക്ഷികളുടെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ആർജിക്കാനാണ് ശ്രമിച്ചത്. ഈ പ്രവാചകനെക്കുറിച്ചുള്ള കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതൊക്കെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേസമയം തന്നെ രമേശ് ചെന്നിത്തല വളരെ മുമ്പ് തന്നെ സമുദായ സംഘടനകളുടെ പിന്തുണ ഉറപ്പിക്കാൻ നോക്കി. NSSൻ്റെയും SNDPയുടെയും ഒക്കെ ഇഷ്ടക്കാരനായി ഇപ്പോൾ ആര് നിൽക്കുന്നു? രമേശ് ചെന്നിത്തല നിൽക്കുന്നു. ഇവർ തമ്മിലുള്ള തർക്കം മുറുകുകയാണെങ്കിൽ എന്നാൽ ഞാൻ വരാം, എനിക്ക് ഹൈക്കമാൻഡിൻ്റെ പിന്തുണയുണ്ട്. ഈ KC വേണുഗോപാലിൻ്റെ ഒരു സ്ട്രെങ്ത് പോയിന്റ് ഹൈക്കമാൻഡിൻ്റെ പിന്തുണയാണ്. അപ്പോൾ ആ ഒരു 3 അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള, കർണാടകയിൽ 2 പേരായിരുന്നെങ്കിൽ കേരളത്തിൽ അറ്റ്ലീസ്റ്റ് 3 പേരെങ്കിലും ഉണ്ട്. 2ാം നിരയിൽ മറ്റ് പലരുമുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, നമ്മുടെ K മുരളീധരൻ, ഷാഫി പറമ്പിൽ അടക്കം ഇങ്ങനെ പലതരത്തിലുള്ള മന്ത്രിസ്ഥാനങ്ങൾക്കായി PC വിഷ്ണുനാഥ്, ഇവരൊക്കെ ചരട് വലിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായി തീരുമെന്നറിയില്ല. കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങൾ കേരളത്തിൽ പ്രസിദ്ധമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനിടയിൽ നല്ലൊരു ഭരണം ജനങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിൽ ഒരു കാലിൽ നിന്നുള്ള ഒരു മന്ത് മറ്റേ കാലത്തിലേക്ക് മാറ്റിവെച്ചു. അപ്പോൾ ജനങ്ങൾക്ക് അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമോ എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിപക്ഷം ഇതുവരെ ഉയർത്തിവിട്ട കാര്യങ്ങൾ, ഇപ്പോൾ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ചർച്ചയല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള ഇനി എങ്ങോട്ട് പോകും? സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന പടങ്ങളടക്കം പ്രചരിച്ചിട്ടുണ്ട്. അതിനി എങ്ങോട്ട് പോകും? മാത്രമല്ല ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെ അടക്കം ആരോപണങ്ങളുണ്ട്. ഇനി ഊരാളുങ്കൽ സൊസൈറ്റി എന്ത് ചെയ്യും? അതിനോടുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരിക്കും? വയനാട് ദുരിതാശ്വാസം പാതി വഴിയിൽ നിൽക്കുകയാണ്. അതെങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക? കോൺഗ്രസ് അടക്കം വയനാട് ദുരിതാശ്വാസത്തിൻ്റെ ഫണ്ട് വെട്ടിച്ചു എന്ന ആരോപണം നിലനിൽക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇതിനപ്പുറം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സംസ്ഥാനത്തിൻ്റെ വികസനം, സാമ്പത്തിക പ്രതിസന്ധി, ഇതൊക്കെ എങ്ങനെ അടുത്ത സർക്കാർ കൈകാര്യം ചെയ്യും? അതാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ആശങ്ക. പുതിയ സർക്കാരിന് ഞങ്ങളല്ല, മറ്റവർ കാലിയാക്കി വെച്ചിട്ട് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയാനുള്ള ഒരു എളുപ്പ മാർഗം കൂടി ഉണ്ട്. ഇപ്പം LDF ആണ് വരുന്നതെങ്കിൽ അവർക്ക് ഉത്തരവാദിത്തത്തോടു കൂടി ട്രഷറി മാനേജ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ UDF ആണെങ്കിൽ അവർക്ക് കുറച്ച് കാലത്തേക്കെങ്കിലും ഇത് ഞങ്ങളല്ല ഇതിൻ്റെ കാരണക്കാരൻ എന്ന് പറഞ്ഞ് കൈയൊഴിയാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാമാണ് യഥാർത്ഥത്തിലുള്ള വെല്ലുവിളി. ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നതും അതാണ്. ഈ പറയുന്നത് പോലെ ഈ കണ്ടതല്ല, കാണാൻ പോകുന്നതാണ് അംഗം എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ മണിക്കൂറുകൾ മാത്രമാണ് നമ്മൾ കാത്തിരുന്ന ഒരു റിസൾട്ട് വരാനുള്ള സമയം.